കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ ഒരു പ്രണയ നായകൻ. ഇപ്പോഴും പ്രണയ നായകനാണോ ഫാബിൻ? ഇപ്പൊ മനസ്സിൽ മാത്രമേ പ്രണയമുള്ളൂ, വേറെ ആരോടും. ഈ നഷ്ടപ്രണയം എനിക്ക് മനസ്സിലായി. ഈ നഷ്ടപ്രണയം എന്ന്, എവിടെ, ആരോട്, എപ്പോ തോന്നി? നഷ്ടപ്രണയമല്ല, നഷ്ടപ്പെട്ടു പോയ പ്രണയമാണ്. എനിക്ക് തോന്നുന്നു, എന്താ പറയാ, പറയുമ്പോ കവിതകളാണ് ഓർമ്മ വന്നത്. ചങ്ങമ്പുഴ ഒരു ഹൃദയമുണ്ടായി പോയതാണ് പരാജയം എന്ന് പറഞ്ഞതുപോലെ. ഇല്ല, അത് പ്രണയം വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയൊരു കാര്യമായിരുന്നുകൊണ്ട് ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ആ സമയത്ത് നടന്നിരുന്നില്ല. ബട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രണയമായിരുന്നു. പെട്ടെന്നാണ് ഓരോരുത്തരും ആ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു പിരിഞ്ഞതാണോ രണ്ടുപേരും? പറഞ്ഞു, വളരെ നല്ല രീതിയിൽ തന്നെ. നല്ല രീതിയിൽ പിരിഞ്ഞ പ്രണയമോ? അതെ അതെ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ അങ്ങനത്തെ പ്രണയങ്ങൾ ഞാൻ വളരെ കുറച്ചായി കേൾക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്രണയ കഥ എൻ്റെ അടുത്ത് പറയണമെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തിരിച്ചു വിളിക്കാം. നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഫാബിൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഇവിടെ ഒരു പ്രണയ കഥ ചുരുളറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റീണു. ആ പ്രണയ കഥ പറയുന്ന ആളുടെ പേര് ഫാബിൻ. ഫാബിൻ, എന്നാണ് ഈ പ്രണയം തുടങ്ങിയത്? പ്രണയം ഞാൻ പറഞ്ഞ പോലെ +2 കാലഘട്ടത്തിലാണ് പ്രണയം സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസ്മേറ്റ് ആയിരുന്നോ? ക്ലാസ്മേറ്റ് ആയിരുന്നു. പഠിക്കാൻ വിട്ടിട്ട് കോളേജിൽ സ്കൂളിൽ ചെന്നിട്ട് പ്രണയിക്കുന്നോ? പ്രണയം ആക്ച്വലി എനിക്ക് 2 പ്രണയങ്ങളുണ്ടായിരുന്നു. ഒരു പ്രണയം എന്നോട് തോന്നിയൊരു പ്രണയമാണ്. പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് പ്രണയം തോന്നണത് അവര് നമ്മൾക്ക് തിരിച്ചു തോന്നില്ല. നമ്മളെ പ്രണയിക്കണ ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് ആദ്യം ഇങ്ങോട്ട് തോന്നിയ പ്രണയം പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ അതൊരു നണ്ണായിരുന്നു. എന്നോട് പ്രണയം തോന്നിയ ഒരു നണ്ണായിരുന്നു. എന്നെ ഒരു 2 വർഷമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ബട്ട് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുമായിരുന്നു. ഞാൻ ഈ ഗിഫ്റ്റുകളെല്ലാം സ്വീകരിക്കും. ബട്ട് ഒരു നണ്ണായതുകൊണ്ട് തന്നെ ക്ലബ് FM-ന്റെ സ്റ്റുഡിയോയിൽ എന്താ പറയണേ, ആളുകൾ വടിയും പത്തലുമായി വരാൻ ഞാൻ റീണു ആഗ്രഹിക്കാത്തത് കൊണ്ട് ആ കഥ അവിടെ വെച്ച് നിർത്തി. റീണു ഫാബിനും പാട്ടിലേക്ക് പോയില്ല, നിർത്തി. നണ്ണാകുവാൻ പഠിക്കണ ഒരു കുട്ടിയായിരുന്നു. പഠിക്കണ കുട്ടീനെ ഫാബിനാണ് എന്റെ കുട്ടി. അതെ അതെ, അതുകൊണ്ടാണ് ഞാനത് നോ പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തില്. അങ്ങനെ ഒരുപാട് പേരോട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു പ്രശ്നമുള്ള ഒരു കേസാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോ പറഞ്ഞു. ഓക്കെ, ആ ഫാബിന് വേണ്ടി ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൂടുതൽ ഒരു തരത്തിലുമുള്ള വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാതെ റീണു ഫാബിനും കുറച്ചൊരു വെറുതെ ഇരിക്കാൻ പോവാ. സ്റ്റേ ട്യൂൺഡ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എന്റെ കൂടെ ഫാബിൻ. കണ്ടപ്പോ ഒരു പാവാന്ന് വിചാരിച്ച 2 പ്രണയം അവിടെ എവിടെയൊക്കെ പറ. ഇനി ശരിക്കുള്ള പ്രണയം എപ്പോഴാ തുടങ്ങിയ? ശരിക്കുള്ള പ്രണയം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രണയത്തിന്റെ യഥാർത്ഥ ആ ഒരു സത്യം ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ഇടയിലത്തെ നഷ്ടപ്രണയം വിട്ടിട്ട് പുതിയ പ്രണയം എന്റെ അടുത്ത് വേണ്ട കളി. നഷ്ടപ്രണയത്തിനെ കുറിച്ചാണ് പറയണ്ടേ. ആ കുട്ടി +2 ഒരുമിച്ച് പഠിച്ചു. +2 ഒരുമിച്ച് പഠിച്ചതാണ്. നഷ്ടപ്രണയം അല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു വേണ്ടെന്ന് വെച്ചൊരു കേസാണ്. 2 കൊല്ലം ആ കുട്ടി വളരെ നല്ല രീതിയിൽ എന്നെ പ്രണയിച്ചിരുന്നു, ഞാൻ അറിയാണ്ട്. ലാസ്റ്റ് എന്താ പറയാ 2 days ago ആണ് ഫൈനൽ ഡേ. ആളുമായിട്ടാണോ പറഞ്ഞു പിരിഞ്ഞേ? വളരെ നല്ല രീതിയിൽ അല്ല, അത് കഴിഞ്ഞിട്ട് എനിക്കറിയണ്ടേ. ആ കുട്ടിയെ എവിടെ നിന്ന് കണ്ടു? ആ കുട്ടി ഞങ്ങളുടെ നാട്ടുകാരിയായിരുന്നു. സ്വന്തം നാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടി. നാടും ഡീറ്റെയിൽസ് പറയണ്ട കേട്ടോ ഫാമിലി, തിരിച്ചല്ലേ. എന്നിട്ട് വളരെ നല്ല രീതിയിൽ വളരെ വർഷങ്ങളോളം ആ പ്രണയം അങ്ങനെ പോയി. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരു പ്രണയമായിരുന്നത് കൊണ്ട് അങ്ങനെ. അതെ അതെ, വളരെ ചെറുപ്പം. ഏത് ചെറുപ്പത്തിലാ തുടങ്ങിയ? ഏജ് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ചിരിക്കില്ല, പറഞ്ഞോ. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നവും. എന്നാലും പറഞ്ഞാ മതി. സ്കൂൾ ലെവലിൽ തുടങ്ങിയ പ്രണയമാണ്. LKG? നോ, UKG? മോനല്ല. അല്ല ഒരു അപ്പർ ലെവൽ ഇവിടെ സ്കൂളിൽ പ്രണയിച്ചിട്ടില്ല. അതെന്റെ അടുത്ത് കള്ളം പറഞ്ഞോ. ഫാബിന്റെ അടുത്ത് ഇനി ഒരുപാട് ന്യൂസുകൾ ഉള്ളിൽ ഇരിപ്പുണ്ട്, അതെല്ലാം ഞാൻ പുറത്തേക്ക് കൊണ്ടുവരട്ടെ. പക്ഷേ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാം. നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഫാബിൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.
UP ക്ലാസ്സിലെ പ്രണയം തുടങ്ങിയ ഒരു കള്ളനാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റേണുവിന്റെ കൂടെ ഇരിക്കണേ. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ? എന്നിട്ട് പറ, UP ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയം, എന്നിട്ട് അത് എവിടെ വരെ എത്തി? UP ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയം ഇപ്പോ ഒരു 2011 വരെ ആ പ്രണയം ഉണ്ടായിരുന്നു. ഒന്നും ഞാൻ പറയണില്ല. ആരോട് ആദ്യം പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. നമുക്ക് അന്നേ ധൈര്യം ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ ഹംസമായിട്ട് വിട്ടോ അതോ? അല്ല, ഡയറക്റ്റ് പോയി പറയുമായിരുന്നു. എന്തെനിക്ക് നിന്നെ ഇഷ്ടാന്നോ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതെ അതെ. പേടിയൊന്നും ഇല്ലായിരുന്നോ? ആ സമയത്ത് പേടി പോയിരുന്നു തോന്നുന്നു. വീട്ടിൽ വെച്ച് പറയുന്ന കാര്യം ആലോചിച്ചപ്പോ ഒരു പേടി? ഇല്ല, ധൈര്യമായിട്ട് തന്നെ പറഞ്ഞ് തിരിച്ചൊരു 2 ദിവസത്തിനുള്ളിൽ ഈ മറുപടിയും കിട്ടി. 2 ദിവസം കൊണ്ട് അവള് വില കളഞ്ഞു പെൺകുട്ടികളുടെ പുരുഷവേ. അല്ല, ഞങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ നെയ്ബേഴ്സാണോന്ന് ഞാൻ ചോദിക്കണില്ല. വേണ്ട അല്ലേ? വേണ്ട, ഞാൻ ചോദിക്കണില്ല. എന്നിട്ട് ഇത് അവിടെ വെച്ച് സ്കൂളിൽ വെച്ച് തുറന്നു പറഞ്ഞു. അന്ന് തുടങ്ങിയ പ്രണയാണ്. 10ാം ക്ലാസ്സിലും ഈ പ്രണയം കത്തി നിന്നു. 10ാം ക്ലാസ്, +2, ഡിഗ്രി കാലഘട്ടങ്ങളിൽ നിന്ന പ്രണയമാണല്ലേ. ഭയങ്കര സീരിയസ് ലവ് ആയതുകൊണ്ട് വേറൊരു പെണ്ണിന്റെ പുറകെ പോകാത്തതുകൊണ്ട് ഒരു പ്രണയം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയി. ആ പ്രണയത്തിൽ നടന്നു. പ്രണയവും പോയി, വേറെ പെണ്ണുങ്ങളും പോയി. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ദുഃഖകരമായ ആ പ്രണയത്തിലേക്ക് നമുക്ക് കടക്കാം. But only after the next couple of songs. Stay tuned to Love Bites with Renu and Fabin for Tan Kanakina Romance.